500ഓളം പ്രവർത്തകരാണ് ഓരോ ദിവസവും ഇവിടുത്തെ സന്നദ്ധരായിട്ട് വന്നിരിക്കുന്നത്. ഇതിനെ 9 വിഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചുകൊണ്ട് ഈ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നു. 100ഓളം പേര് കഴിഞ്ഞ 16 ദിവസമായി ഇവിടെ നിന്നതിൻ്റെ പ്രമുഖ സ്ഥാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതാത് ദിവസം വൈകുന്നേരം ആരതി കഴിഞ്ഞ് ജനം തിരിഞ്ഞു പോകുന്നതിന് മുമ്പേ ഇവിടെ ഈ മണൽപ്പുറം ശുചീകരിക്കുക എന്നുള്ളതാണ് വളരെ വലിയൊരു പ്രവർത്തനം. ഇവിടെ വരുന്ന ലക്ഷക്കണക്കിന് ആൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത്, അത് വിതരണം ചെയ്യുക, അവർക്ക് കുടിവെള്ളം വിതരണം ചെയ്യുക എന്നുള്ള പ്രവർത്തനവും ഭംഗിയായിട്ട് നടക്കുന്നു. ഈ പുഴയിലേക്ക് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വലിച്ചെറിയപ്പെടുന്ന പാഴ്വസ്തുക്കൾ അത് മുഴുവൻ തന്നെ വെള്ളത്തിൽ ഇറങ്ങിച്ചെന്ന് അത് തോട്ടിയെടുത്ത് വലിച്ച് കോരി ഉണ്ടാക്കി അത് ഇവിടുന്ന് ചെയ്യുന്നു. ഇതേപോലെ ഇവിടെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 2 നേരം ഇവിടെ നമ്മളുണ്ടാക്കിയ താൽക്കാലിക ശുചിമുറികൾ അത് കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇതിലേറെ ശ്രമകരമായ ഒരു കാര്യം, നമുക്ക് ഈ ഒരു പാലം, താൽക്കാലികമായ പാലമാണ് യജ്ഞവേദിയിലേക്ക് കടന്നു പോകാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിലൂടെയുള്ള യാത്ര അത് എത്രയും വേഗത്തിലാകണം, എത്രയും സുരക്ഷിതവുമാകണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സേവാഭാരതി പ്രവർത്തകരുടെ ഒരു പരിശ്രമം അത് വളരെ വലുതാണ്. കാരണം പാലത്തിൽ ആരും നിൽക്കാൻ പാടില്ല, അവിടെ നിന്ന് ഫോട്ടോ എടുക്കരുത്, വീഡിയോ എടുക്കരുത്, അതോടൊപ്പം അത് വേഗത്തിൽ കടന്നു പോകുകയും വേണം. അപ്പോൾ ഇത്ര മനോഹരമായ ഒരു കാഴ്ച കാണുമ്പോൾ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാനുള്ളവരുടെ താല്പര്യം വളരെ വലുതാണ്. അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു ശ്രമകരമായ മാറ്റമാണ്.